ഭാരതാംബ വിവാദങ്ങൾക്കൊടുവിൽ തൃശൂരിൽ ഗവർണറും മന്ത്രി പി പ്രസാദും ഒരേ വേദി. കാർഷിക സർവകലാശാല ബിരുദദാന ചടങ്ങിലാണ് ഇരുവരും പങ്കെടുത്തത്. ഭാരതാംബ ചിത്രം ഉയർത്തിക്കാട്ടി എസ്എഫ്ഐയുടെ പ്രതിഷേധം. തൃശൂർ നഗരത്തിലെ റോഡിലെ കുഴി വില്ലനായി MG റോഡ് കോട്ടപ്പുറം പാലത്തിന് സമീപം സ്കൂട്ടറിൽ സ്വകാര്യ ബസ്സിടിച്ച യുവാവിന് ദാരുണാന്ത്യം. പൂങ്കുന്നം സ്വദേശി വിഷ്ണു ദത്തനാണ് മരിച്ചത്. പ്രതിഷേധവുമായി കോൺഗ്രസും BJPയും. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരും. വാഴച്ചാലിൽ കാട്ടാന ഒഴുക്കിൽപ്പെട്ടു. ചാലക്കുടി പുഴ കരകവിഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ശക്തമായ കാറ്റിൽ വരന്തരപ്പള്ളി കാരിക്കുളം കടവിൽ വ്യാപക നാശനഷ്ടം. വാൽപ്പാറയിൽ 6 വയസ്സുകാരിയെ ഭക്ഷിച്ച പുലിപ്പിടിയിൽ. പുലി കുടുങ്ങിയത് തമിഴ്നാട് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ. കണ്ണന്റെ കൊമ്പന്മാർ പുന്നത്തൂർ ആനത്താവളത്തിലെത്തിയിട്ട് ഇന്ന് അരനൂറ്റാണ്ട് തികയുന്നു. ആനത്താവളത്തിൽ ഇപ്പോൾ ഉള്ളത് 36 കൊമ്പന്മാർ. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ജൂലൈ 8-ന് പണിമുടക്കം. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധന ഉൾപ്പെടെ ആവശ്യപ്പെട്ടാണ് സമരം. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ഭാരതാംബ വിവാദങ്ങൾക്കൊടുവിൽ തൃശൂരിൽ ഗവർണറും മന്ത്രി പി പ്രസാദും ഒരേ വേദിയിൽ. കാർഷിക സർവകലാശാല ബിരുദദാന ചടങ്ങിലാണ് ഇരുവരും പങ്കെടുത്തത്. ഇരുവരും സൗഹാർദ്ദ സംഭാഷണം നടത്തുകയും ചെയ്തു. ഈ തരത്തിലൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് 2026 ലക്ഷ്യമാക്കി വിഷൻ 2026 എന്ന ഹ്രസ്വകാല പദ്ധതിയും and it will be failure on my part if I do not present myself there. That is greatness of our agriculture minister. He has come here to congratulate and be a part of your joy. All those who are sitting here are really joyful in our minds, in our hearts, because you have achieved something. And that is what exactly we are looking for. Our Vice Chancellor Ashok Ji was really, he had come to my office there 2-3 times to tell me, sir, you have to be present. I said, I will be present there. I have to be. Not as only as a governor, not only as a chancellor of your university, but just have come here to see how you have been successful, how you have achieved all these things, to be a witness to this. That itself is an achievement for me. This achievement is for my state, for my university. That is what you have brought laurels to my state. And that is how we are marching ahead. All that you have to gain from the society is being given by the society. അയ്യന്തോളിൽ ഗവർണർക്കെതിരെ SFI പ്രതിഷേധം. അയ്യന്തോൾ ലോ കോളേജ് ജംഗ്ഷനിൽ വെച്ചാണ് ഗവർണറുടെ വാഹനവ്യൂഹം കടന്നുപോകുന്നതിനിടെ SFI പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ഭരണഘടനയുടെ ആമുഖം ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധിച്ച 5 SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തൃശൂർ നഗരമധ്യത്തിൽ റോഡിലെ കുഴി യുവാവിന്റെ ജീവനെടുത്തു. MG റോഡിൽ കോട്ടപ്പുറം മേൽപ്പാലത്തിന് സമീപമായിരുന്നു അപകടം. കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചപ്പോൾ പിന്നാലെ വന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. KL 08 BV 8906 എന്ന നമ്പറിലുള്ള ജൂപ്പിറ്റർ സ്കൂട്ടർ കോട്ടപ്പുറം മേൽപ്പാലത്തിന് താഴെ വിശ്രമിക്കുന്നു. യാത്രികൻ വിഷ്ണുദത്താകട്ടെ നിത്യനിദ്രയിലും. നിറമുള്ള ഒരുപാട് ജീവിത സ്വപ്നങ്ങളുമായി അമ്മയ്ക്കൊപ്പം നഗരത്തിലേക്ക് വന്ന 32-കാരനാണ് അനാസ്ഥയുടെ കുഴിമൂലം ജീവിതത്തോട് വിട പറഞ്ഞത്. വിഷ്ണുദത്തും അമ്മയും വടക്കുംനാഥ ക്ഷേത്ര ദർശനത്തിന് വരുമ്പോഴായിരുന്നു അപകടം. റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചപ്പോൾ പിന്നിൽ വന്നിരുന്ന തൃശൂർ തൃപ്രയാർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വിഷ്ണുദത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. അമ്മ പത്മിനി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. കോർപ്പറേഷന്റെ അനാസ്ഥയാണ് അപകടത്തിനിടയാക്കിയതെന്നാരോപിച്ച് ശക്തമായ പ്രതിഷേധമാണ് MG റോഡിൽ നടന്നത്.
പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർ റോഡിൽ പ്രതിഷേധിച്ചു. ഈ രണ്ടാമത്തെ അപകടമാണ്. ഈ കൊലക്കൂട്ടത്തിന്റെ മേയറുടെ കേസെടുക്കണം, സെക്രട്ടറി മേലെ കേസെടുക്കണം, അല്ലാതെ സമരം അവസാനിപ്പിക്കില്ല, സമരം തുടരും. വളരെ നിസ്സാര തുകയാണ് ഈ ചെറിയ കുഴി അടയ്ക്കാൻ വേണ്ടത്. അതുപോലും മേയർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ ഇടതു ഭരണസമിതി വലിയ പരാജയമാണെന്ന് ഒരു രക്തസാക്ഷിയോട് തെളിയിച്ചിരിക്കുകയാണ്. പിന്നാലെ BJP പ്രവർത്തകരും റോഡിൽ കിടന്ന് പ്രതിഷേധമുയർത്തി. തൃശൂർ മേയർ ഗോവ ടൂറിലാണ്, അതുകൊണ്ട് അടിയന്തരമായി മേയർ രാജിവെക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. അല്ലാത്ത പക്ഷം അതിശക്തമായ സമരപരിപാടിക്ക്, പ്രത്യക്ഷ സമരപരിപാടിക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകും. ഒരു ജീവൻ പൊലിഞ്ഞിട്ടാണോ ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിക്കേണ്ടി വരുന്നതിൽ വളരെയധികം ദുഃഖജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അവൾക്കൊക്കെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. ജനങ്ങളുടെ ജീവൻ വെളിച്ചിട്ട് ഉള്ളൊരു കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 3/4 മണിക്കൂറോളം MG റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. MG റോഡിലെ കുഴികൾ മുൻപും പലതവണ വില്ലനായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കംപ്ലീറ്റ് കുണ്ടും കുഴിയും, മഴ പെയ്ത ഇതുമാതിരി പല കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ അടയ്ക്കാണ്ട് ഫില്ല് ചെയ്യാണ്ട് അതുമാതിരി മോശമായ രീതിയിലാണ് കിടക്കുന്നത്. സീതാറാം വൈദ്യശാലയിലെ ഫാർമസിസ്റ്റാണ് മരിച്ച വിഷ്ണുദത്ത്. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. TCV തൃശൂർ. വാഴച്ചാലിൽ ഒഴുക്കിൽപ്പെട്ട കാട്ടാനയെ രക്ഷപ്പെടുത്തി. വാഴച്ചാൽ പാലത്തിന് താഴെ ചാലക്കുടി പുഴയിലായിരുന്നു സംഭവം. മറുകരയിൽ നിന്ന് പുഴയിലൂടെ കടക്കാൻ ശ്രമിച്ചതായിരുന്നു കൊമ്പനാന. പുഴയുടെ തുരുത്തെത്തിയപ്പോൾ ആനയ്ക്ക് ഒരിടത്തേക്കും നീങ്ങാനായില്ല. വിവരമറിഞ്ഞ വനപാലകർ ആനയുടെ രക്ഷയ്ക്കെത്തി. ജയൻ വിവരങ്ങളുമായി ചേരുന്നു. ജയൻ, ഒറ്റക്കൊമ്പനാണോ തുരുത്തിൽപ്പെട്ടത്? എത്ര മണിക്കൂറിന് ശേഷമാണ് ആനയെ തിരിച്ചു കാട്ടിലേക്ക് കയറ്റാൻ സാധിച്ചത്? എങ്ങനെയാണ് വിശദാംശങ്ങൾ? ലിറ്റി, ഇന്ന് രാവിലെ 9 മണിയോടെയാണ് വാഴച്ചാൽ പാലത്തിന് താഴെ പുഴയുടെ മറുകരയിൽ ആയിട്ട് ഒരു കൊമ്പനാന ഒഴുക്കിൽപ്പെട്ട് നിന്നത്. ഇക്കരയ്ക്ക് കടക്കാനുള്ള ശ്രമമായിരുന്നു ആന നടത്തിയത്. പക്ഷെ ഇതിനിടയിൽ പെരിയകുത്ത് ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം തുറന്നു വിട്ടതോടെ പുഴയിലെ ഒഴുക്ക് ക്രമാതീതമായി വർദ്ധിച്ചിരുന്നു. ആന പുഴയുടെ മറുകരയിൽ നിന്നും നീന്തിയെത്തി ഒരു തുരുത്തിൽ നിൽക്കുന്നതിനിടയിലാണ് വെള്ളം പൊന്തിയത്. ഇതോടെ ആനയ്ക്ക് ഇക്കരയ്ക്ക് വരുവാനോ അതുപോലെ തിരിച്ചു പോകാനോ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായി. ഇപ്പോ ഇതോടെ ആന ഒലിച്ചു പോകുമെന്ന ചില ഘട്ടം വന്നു. ഇതിനിടയിലാണ് വിനോദ യാത്രികരായ ചിലർ ഈ രംഗം വാഴച്ചാൽ ഇരുമ്പുപാലത്തിന് സമീപം കണ്ടത്. ഉടനെ തന്നെ ഇവർ വിവരം വനപാലകരെ അറിയിച്ചു. വനപാലകർ സ്ഥലത്തെത്തി. ഇതിനിടയിൽ ചാലക്കുടി ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. ഫയർഫോഴ്സും അവിടെ എത്തി. ഉടനെ തന്നെ ചാലക്കുടി DFO വിവരം പെരിങ്ങത്ത് ഡാം അധികൃതരെ അറിയിച്ച് ലൂയിസ് വാൽവിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുകയും അതുപോലെ ലൂയിസ് വാൽവ് അതിന്റെ പ്രവർത്തനം നിർത്തിവെച്ച് ഒഴുക്ക് നിയന്ത്രിക്കുകയായിരുന്നു. ഇതോടെ പുഴയിലെ ജലനിരപ്പ് ഏകദേശം താഴ്ന്നു. ഇതോടെ ആന തിരിച്ച് മറുകരയിലേക്കും പോയി. അങ്ങനെ വനപാലകരുടെ ഒരു ദൗത്യം വിജയിക്കുകയായിരുന്നു ലിറ്റി. ജയൻ വിശദാംശങ്ങൾ നൽകിയതിന്. വാഴച്ചാൽ പാലത്തിന് താഴെ ചാലക്കുടി പുഴയിലാണ് ആന ഒഴുക്കിൽപ്പെട്ടത്. മറുകരയിൽ നിന്ന് പുഴയിലൂടെ കടക്കാൻ ശ്രമിക്കുകയായിരുന്നു കൊമ്പനാന. പുഴയുടെ തുരുത്തെത്തിയപ്പോൾ ആനയ്ക്ക് ഒരിടത്തേക്കും നീങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നീടാണ് വനപാലകർ എത്തുന്നത്. പെരിങ്ങൽകുത്ത് ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തൽക്കാലത്തേക്ക് അടച്ച് പുഴയിലെ നീരൊഴുക്ക് നിയന്ത്രിച്ചാണ് ആന മറുകരയിലേക്ക് കാട്ടിലേക്ക് തിരിച്ചുപോയത്. വിവരങ്ങളാണ് ജയൻ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കനത്ത മഴയിൽ ചാലക്കുടി പുഴ കരകവിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. വെള്ളം കയറി തുടർന്ന് 3 സ്ഥലത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. ചാലക്കുടി നഗരസഭ, മേലൂർ, പരിയാരം പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലായി 73 കുടുംബങ്ങളെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. നഗരസഭയിലെ കൂടപ്പുഴ കുട്ടാടം പാടശേഖരത്തിൽ നിന്നുള്ള 11 വീട്ടുകാരെ NSS ഹാളിലേക്കും പരിയാരം മംഗലം കോളനിയിലെ 13 കുടുംബങ്ങളെ സെന്റ് ജോർജ് സ്കൂളിലേക്കും മാറ്റിപ്പാർപ്പിച്ചു. മേലൂർ ഡിവൈൻ നഗർ കോളനിയിലെ 49 വീട്ടുകാരെ മാറ്റിയിട്ടുണ്ട്. ചാലക്കുടി റെയിൽവേ അടിപ്പാതയിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ചാലക്കുടി കൊടുങ്ങല്ലൂർ റൂട്ടിലെ വെള്ളാഞ്ചിറ റോഡിലും വെള്ളം കയറി. തച്ചുടപ്പറമ്പ് റോഡും വെള്ളം കയറി ഗതാഗതം നിലച്ചു.
വ്യാഴാഴ്ച പുലർച്ചെ പെരിങ്ങൽകുത്ത് ഡാമിന്റെ എമർജൻസി ഷട്ടർ തുറന്നതോടെയാണ് ചാലക്കുടി പുഴയിലെ ജലവിധാന മുന്നറിയിപ്പ് അളവിന്റെ 7.10 മീറ്റർ കടന്നത്. പദ്ധതി പ്രദേശത്ത് കനത്ത മഴയുമുണ്ടായി. എന്നാൽ പുലർച്ചെ മുതൽ ഡാമിൽ വെള്ളം താഴ്ന്നു തുടങ്ങി. ഇതോടൊപ്പം ചാലക്കുടി പുഴയിലെ ജലവിധാനവും കുറഞ്ഞു. നിലവിൽ ഗുരുതരമായ അവസ്ഥയില്ല. മംഗലം കോളനിയിലെ വീട്ടുകാരെ ബുധനാഴ്ച രാത്രി തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയെന്ന് പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസ് പറഞ്ഞു. മംഗലം കോളനിയിലും HDP കോളനിയിലും വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഇന്നലെ ക്യാമ്പ് തുറന്നത് നാട്ടുകാരുടെ സഹകരണത്തോടു കൂടിയാണ് ക്യാമ്പിലേക്ക് ജനങ്ങളെ പുനരധിവസിപ്പിച്ചത്. ഇതേ മാർഗമുള്ളൂ, വെള്ളം കയറുമ്പോൾ ഇതേ മാർഗമുള്ളൂ. അപ്പോൾ അധികാരികൾ കൊണ്ട് തുറക്കണം എന്നാണ് പറയാനുള്ളത്. ചാലക്കുടി നഗരസഭയിലെ ദുരിത പ്രദേശങ്ങളിൽ നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ എത്തി രക്ഷാപ്രവർത്തനം നടത്തി. മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിതയുടെ നേതൃത്വത്തിലും രക്ഷാപ്രവർത്തനം നടന്നു. TCV ന്യൂസ്, ചാലക്കുടി. ചാലക്കുടി പുഴയിൽ വെള്ളം ഉയർന്നതോടെ മാളയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. ആലമറ്റം കണക്കൻകടവ് റോഡിലേക്ക് പുഴയിൽ നിന്ന് വെള്ളം കയറിയതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടു. കുഴൂർ, അന്നമനട പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും കൃഷിയിടങ്ങളും വെള്ളത്തിലായി. പുഴയിൽ നിന്നുള്ള വെള്ളം കയറിയതും തോടുകളിലൂടെയുള്ള ഒഴുക്ക് തടസ്സപ്പെട്ടതുമാണ് വെള്ളക്കെട്ടിന് ഇടയാക്കിയിട്ടുള്ളത്. കുണ്ടൂർ, വയലാർ, ചെത്തിക്കോട് പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങൾ വെള്ളത്തിലായി. പൊക്കാഞ്ചേരി സുഗതൻ, പൊക്കാഞ്ചേരി മോഹനൻ എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് വെള്ളം കയറിയത്. അന്നമനട പഞ്ചായത്തിലെ പുഴയോരത്തെ സൌഹാർദ്ദ തീരം പൂർണ്ണമായും വെള്ളത്തിലായി. ശക്തമായ കാറ്റിൽ വരന്തരപ്പള്ളി കാരിക്കുളം കടവിൽ വ്യാപക നാശനഷ്ടം. ജാതി, തെങ്ങ്, കവുങ്ങ്, വാഴ തുടങ്ങി നിരവധി കാർഷിക വിളകൾ നശിച്ചു. കഴിഞ്ഞ രാത്രിയിലുണ്ടായ കാറ്റിലാണ് പ്രദേശത്ത് നാശം സംഭവിച്ചത്. മരങ്ങൾ വീണ വൈദ്യുതി കമ്പികൾ പൊട്ടിവീണു. ചെമ്മനാടൻ സുരേഷ്, എടത്താടൻ രജീഷ്, മുളയ്ക്കൽ തങ്കമ്മ, ജോബി ആറ്റുപുറം എന്നിവരുടെ പറമ്പുകളാണ് കൂടുതലായി നാശനഷ്ടം സംഭവിച്ചത്. വീടുകൾക്ക് മുകളിലും മരങ്ങൾ വീണുവെങ്കിലും കേടുപാടുകൾ സംഭവിച്ചില്ല. കനത്ത മഴയിൽ നന്ദിക്കരയിൽ വീട് തകർന്നു. നന്ദിക്കര റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന പറമ്പത്ത് ഗംഗാധരന്റെ ഓടിട്ട വീടാണ് പൂർണ്ണമായും തകർന്നു വീണത്. വൃക്കരോഗബാധിതനായ ഗംഗാധരനും ഭിന്നശേഷിക്കാരനായ മകനും വീടിനകത്തുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മേൽക്കൂരയുൾപ്പെടെ നിലം പതിച്ചതോടെ വീട്ടുപകരണങ്ങളെല്ലാം നശിച്ചു. വീട്ടിൽ ഗംഗാധരനും ഭാര്യയും 2 മക്കളുമാണ് താമസം. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഗംഗാധരൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് വീട്ടിലെത്തിയത്. അപകടം നടക്കുന്ന സമയത്ത് ഗംഗാധരനും മകനും അടുക്കളയിലായിരുന്നു. വീട് വീഴുന്ന ശബ്ദം കേട്ടുവെങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ നിന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് IK അനൂപ്, വാർഡ് മെമ്പർ NM പുഷ്പാകരൻ, വില്ലേജ് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തി വീട്ടുകാരെ നന്ദിക്കര സർക്കാർ സ്കൂളിലേക്ക് താൽക്കാലികമായി മാറ്റിപ്പാർപ്പിച്ചു. കാലവർഷക്കെടുതി മൂലം ദുരിതം അനുഭവിക്കുന്നവർക്കായി ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന ദുരിതാശ്വാസ ക്യാമ്പ് മൂലം അധ്യയനം മുടങ്ങിയതിനെതിരെ സ്കൂൾ PTA കമ്മിറ്റി രംഗത്ത്. ഇത് സംബന്ധിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, നാട്ടുകാർ എന്നിവരുടെ അടിയന്തര യോഗം PTAയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തു. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൂടുതൽ സൌകര്യങ്ങളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളും ഉണ്ടെന്നിരിക്കെ സ്ഥലപരിമിതി മൂലം പ്രയാസം അനുഭവിക്കുന്ന ചാമക്കാല സ്കൂളിനെ ക്യാമ്പിനായി തിരഞ്ഞെടുത്തത് നീതിക്ക് നിരക്കാത്തതാണെന്ന് യോഗം വിലയിരുത്തി. 115-ലധികം പേരാണ് നിലവിൽ ക്യാമ്പിൽ കഴിയുന്നത്. സ്കൂൾ തുറന്ന 1 മാസം തികയും മുൻപേ അധ്യയനം മുടങ്ങിയതുമൂലം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ആശങ്കയിലാണ്. കൂടാതെ വൻതോതിൽ മാലിന്യ നിക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ഇത് നീക്കം ചെയ്യുന്നതിന് അധികൃതർ നടപടിയെടുത്തിട്ടില്ല. അധ്യയനം ഇനിയും മുടങ്ങിയാൽ കുട്ടികളെ മറ്റു സ്കൂളുകളിലേക്ക് മാറ്റണമെന്ന തീരുമാനവും ചില രക്ഷിതാക്കൾ കൈക്കൊണ്ടതായി യോഗം ചൂണ്ടിക്കാട്ടി. സ്കൂൾ അധികൃതരും വാർഡ് മെമ്പറും ഇക്കാര്യങ്ങൾ പഞ്ചായത്ത് അധികൃതരെ നിരവധി തവണ നേരിട്ട് ബോധിപ്പിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് യോഗം കുറ്റപ്പെടുത്തി. വിഷയത്തിൽ അടിയന്തരമായി നടപടിയെടുത്തില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ട് നീങ്ങുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. PTA പ്രസിഡന്റ് CB അബ്ദുസമ്മദ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ രഞ്ജി T പരമേശ്വരൻ, പ്രധാന അധ്യാപകൻ M രാജേഷ്, വാർഡ് മെമ്പർ KS അനിൽകുമാർ, വിദ്യാലയ സംരക്ഷണ സമിതി പ്രസിഡന്റ് PK ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, കയ്പമംഗലം. ഭാരതാംബ വിവാദങ്ങൾക്കൊടുവിൽ തൃശൂരിൽ ഗവർണറും മന്ത്രി P പ്രസാദും ഒരേ വേദിയിൽ. കാർഷിക സർവകലാശാല ബിരുദദാന ചടങ്ങിലാണ് ഇരുവരും പങ്കെടുത്തത്. ശ്രീകേഷ് വെള്ളാനിക്കര വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകേഷ്, മന്ത്രിയും ഗവർണറും ഒരു വേദിയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് സാധാരണമായ ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ ഭാരതാംബ വിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഗവർണറും മന്ത്രി P പ്രസാദും ഒരേ വേദിയിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നത്. എങ്ങനെയായിരുന്നു അവരുടെ കൂടിക്കാഴ്ച? വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും ലിറ്റി സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതാംബ വിവാദങ്ങൾക്ക് ശേഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും കൃഷിമന്ത്രി P പ്രസാദും ഒരേ വേദിയിലെത്തി ഇന്ന്
തൃശൂർ പുഴയ്ക്കലിൽ നടന്ന കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലാണ് ഇരുവരും വേദി ഒരുമിച്ച് പങ്കിട്ടതും സൗഹൃദം പുതുക്കിയതും. കേരള കാർഷിക സർവകലാശാല ചാൻസലർ എന്ന നിലയിൽ ഗവർണർ ബിരുദദാനം നിർവഹിച്ചു. പ്രോ ചാൻസലറായ കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷനായി. എന്തായാലും ഇപ്പോൾ പരിപാടി സമാപിച്ചിരിക്കുകയാണ്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാജ്ഭവനിൽ ഒരുക്കിയിരുന്ന സർക്കാരിന്റെ പരിപാടിയിൽ ഗവർണർ കാവിക്കുടി എന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നിർബന്ധമാക്കിയതിൽ പ്രതിഷേധിച്ച് മന്ത്രി പി പ്രസാദ് ആ യോഗം ബഹിഷ്കരിച്ചിരുന്നു. ഈ വിഷയം വിവാദത്തിനും വഴിയൊരുക്കി. കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിൽ നടന്ന ഗവർണറുടെ പരിപാടിയിലും ഭാരതാംബയുടെ ചിത്രം വെച്ചത് പ്രതിഷേധത്തിനും വിവാദങ്ങൾക്കും വീണ്ടും ഇടയാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇന്ന് സമാധാനപരമായിട്ടാണ് കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങ് നടന്നത്. ഇവിടെ ഭാരതാംബയുടെ ചിത്രമോ വിവാദങ്ങളോ ഒന്നുമില്ല. ഏറെ സൗഹൃദത്തോടെയാണ് ഗവർണറും അതുപോലെ തന്നെ കൃഷിമന്ത്രിയും വേദിയിലെത്തിയത്. അതായത് ഇവർ ആദ്യമൊക്കെ എത്തി അല്പം മുഖം കയറ്റിപ്പിടിച്ചതുപോലെ ഇരുന്നെങ്കിലും പിന്നീട് കൃഷിമന്ത്രി തന്നെ അല്ലെങ്കിൽ പരസ്പരം അവര് രണ്ടാളും കൂടി സംസാരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അത് മാധ്യമങ്ങൾ ചോദിച്ചു. ഈ യോഗത്തിന് ശേഷം കൃഷിമന്ത്രി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു. അപ്പൊ അദ്ദേഹം മന്ത്രി പറഞ്ഞത് പുതിയ ഉൽപ്പന്നങ്ങൾ കാർഷിക സർവകലാശാല ഉൽപ്പാദിപ്പിച്ചിട്ട് ഉണ്ട്. അതുപോലെ തന്നെ കാർഷിക സർവകലാശാലയുടെ വികസന പ്രവർത്തനങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെയാണ് ഗവർണറോട് പറഞ്ഞതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത്തരത്തിൽ ഭാരതാംബ ചിത്രം വിവാദം ഒരിക്കലും അംഗീകരിക്കാനാകില്ല. അത് മതസ്പർദ്ധ വളർത്തുന്നതിനും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിനും വേണ്ടിയാണെന്ന് കൃഷിമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തായാലും ഇത് അംഗീകരിക്കാനാകില്ലെന്ന നിലപാടുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ശരി ശ്രീകേഷ്, വിശദാംശങ്ങൾ നൽകിയതിന്. എന്തെങ്കിലും ഭാരതാംബ വിവാദങ്ങൾക്കൊടുവിൽ ഗവർണറും മന്ത്രി പി പ്രസാദും ഒരേ വേദി പങ്കിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ശ്രീകേഷ് നൽകുന്നത്. കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലാണ് ഇരുവരും പങ്കെടുത്തത്. ഇരുവരും സൗഹാർദ്ദ സംഭാഷണം നടത്തുകയും ചെയ്തു. യാതൊരു പ്രശ്നങ്ങളില്ലാതെ തന്നെ ബിരുദദാന ചടങ്ങ് നടന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. നേരത്തെ മന്ത്രി പി പ്രസാദ് പങ്കെടുത്ത വേദിയിൽ ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഈ പരിപാടി കൂടുതൽ ശ്രദ്ധേയമായത്. എങ്കിലും മറ്റൊരു വിവാദങ്ങൾക്കും ഇട നൽകാതെ കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങ് ഭംഗിയായി അവസാനിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് ശ്രീകേഷ് വെള്ളാനിക്കര നൽകിയത്. മറ്റു വാർത്തകൾക്ക് മുൻപ് ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ത്തിലേക്ക് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ശക്തമായ മഴ തുടരുമെന്ന കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ ഉൾപ്പെടെ 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ആളുകൾ ജാഗ്രത പാലിക്കണം. കാറ്റും മഴയും ഉള്ളപ്പോൾ മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനം പാർക്ക് ചെയ്യാനോ പാടില്ല. വീട്ടുവളപ്പിൽ അപകടാവസ്ഥയിലുള്ള മരച്ചിലകൾ വെട്ടി നീക്കണം. അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും അറിയിപ്പുണ്ട്. വൈദ്യുതി കമ്പികൾ പൊട്ടി വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ 1912 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. അതേസമയം ജില്ലയിലെ നദികളിൽ അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് അലർട്ട് പ്രഖ്യാപിച്ചു. ഭാരതപ്പുഴയിൽ ഓറഞ്ച് അലർട്ടും ചാലക്കുടി പുഴയിൽ മഞ്ഞ അലർട്ടുമാണ് പ്രഖ്യാപിച്ചത്. ഇരു നദികളുടെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. തമിഴ്നാട് വാൽപ്പാറയിൽ 4.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ നരഭോജി പുലി കൂട്ടിൽ കുടുങ്ങി. തമിഴ്നാട് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. വാൽപ്പാറ പച്ചമല എസ്റ്റേറ്റിലെ തെക്ക് ഡിവിഷനിൽ തോട്ടം തൊഴിലാളിയായ ജാർഖണ്ഡ് സ്വദേശി മനോജ് ഗുന്ദയുടെ മകൾ റുസീനിയെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലി പിടികൂടിയത്. വീടിന് മുന്നിൽ കളിക്കുന്നതിനിടെ തേയിലത്തോട്ടത്തിൽ നിന്നെത്തിയ പുലി കുട്ടിയെ പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോകുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കണ്ണന്റെ കൊമ്പന്മാർ പുന്നത്തൂർ ആനത്താവളത്തിലെത്തിയിട്ട് ഇന്ന് അരനൂറ്റാണ്ട് തികയുന്നു. 1975 ജൂൺ 26-നാണ് ഗജരാജൻ കേശവന്റെ നേതൃത്വത്തിൽ ക്ഷേത്രനടയിൽ നിന്ന് 19 ആനകൾ ഘോഷയാത്രയായെത്തി പുന്നത്തൂർ ആനത്താവളത്തിൽ ഗൃഹപ്രവേശം നടത്തിയത്.
പുന്നത്തൂർ കോവിലകത്തിന്റെ ആസ്ഥാനമായിരുന്ന പുന്നത്തൂർ കോട്ടയിലെ 9.75 ഏക്കർ സ്ഥലം 1,60,000 രൂപയ്ക്ക് ഗുരുവായൂർ ദേവസ്വം വാങ്ങുകയായിരുന്നു. ഇപ്പോഴത്തെ ശ്രീവത്സം അതിഥി മന്ദിരം, പാഞ്ചജന്യം ടൂറിസ്റ്റ് ഹോം എന്നിവ സ്ഥിതി ചെയ്യുന്ന സാമൂതിരി കോവിലകം പറമ്പിലായിരുന്നു അതുവരെ ആനകളെ തളച്ചിരുന്നത്. നേരത്തെ 64 ആനകൾ വരെ ഉണ്ടായിരുന്ന ആനത്താവളത്തിൽ ഇപ്പോൾ 36 ആനകളാണുള്ളത്. TCV ന്യൂസ്, ഗുരുവായൂർ. ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. കനത്ത മഴയിൽ ദേശീയപാതയിലെ ചാലക്കുടി പാലത്തിന് സമീപം മണ്ണിടിഞ്ഞു. പുഴയുടെ തീരത്ത് സ്വകാര്യ ക്ലബ്ബ് പ്രവർത്തിക്കുന്ന ഭാഗത്താണ് വലിയ തോതിൽ മണ്ണിടിഞ്ഞത്. ക്ലബിന്റെ സംരക്ഷണ വേലിയടക്കം പുഴയിലേക്ക് വീണു. ജയൻ വിവരങ്ങളുമായി ചേരുന്നു. ജയൻ, എപ്പോഴാണ് ഇത് സംഭവിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട ആ ക്ലബിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞതെന്ന് പറയുന്നു. അതുമായി അവിടെ ആളുകൾ ഉണ്ടായിരുന്നോ ക്ലബിൽ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ലിറ്റി, 2 ദിവസമായി ഇവിടെ ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചുകൊണ്ടിരുന്നു. ഇത് ഇന്ന് ഉച്ചയോടെയാണ് പൂർണ്ണമായും ഏകദേശം ഒരു 10-15 മീറ്ററോളം പുഴയിലേക്ക് ഇടിഞ്ഞു വീണത്. വളരെ ഇവിടെ നിന്ന് വളരെ ആഴത്തിലാണ് പുഴ. അവിടേക്ക് മൊത്തം മണ്ണ് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഈ സമയം ആരും ഇവിടെ, കനത്ത മഴയായതിനാൽ മറ്റ് ആളുകളൊന്നും ഈ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം ഈ ക്ലബിന്റെ സംരക്ഷണ വേലികൾ, ഇരുമ്പ് ഗേറ്റ് പോലെയുള്ള ഒരു സംരക്ഷണ വലയമായിരുന്നു. ഇതടക്കം പുഴയിലേക്ക് വീണിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇനിയും ഇവിടെ പതിയെ ഇങ്ങനെ മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിൽ. കാരണം പുഴയിൽ കുത്തൊഴുക്കും എല്ലാം ഉണ്ട്. മഴയും കനത്ത മഴയല്ലെങ്കിലും ഇപ്പോഴും ചെറിയ ചാറ്റൽ മഴയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കാര്യമായി നിലവിലൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇത് സ്വകാര്യ വ്യക്തികളുടെ അധീനതയിലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ഇടപെടലുകൾ പെട്ടെന്നുണ്ടാകാനും സാധ്യതയില്ല. എങ്കിൽ പോലും ഈ ക്ലബിന്റെ നടത്തിപ്പുകാർ വിവരം താലൂക്ക് ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട്. നഗരസഭ അധികൃതരെയും മറ്റും വിവരം അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെയും അധികൃതരിൽ നിന്നും വ്യക്തമായ ഒരു നടപടി എന്താണെന്നുള്ള വിവരം ഇതുവരെയും ലഭിച്ചിട്ടില്ല. ലിറ്റി, ജയൻ, ഈ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം അധികൃതർ ആരെങ്കിലും സംഭവസ്ഥലം സന്ദർശിക്കുകയോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടോ? ലിറ്റി, അത് വിവരം അറിഞ്ഞ ഉടനെ നഗരസഭയിൽ നിന്നും ചെയർമാൻ ഷിബു ആലപ്പനും കൗൺസിലർമാരും എല്ലാം സ്ഥലത്തെത്തിയിരുന്നു. അതോടൊപ്പം റവന്യൂ ഉദ്യോഗസ്ഥർ, തഹസിൽദാരും മറ്റു സ്ഥലം സന്ദർശിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അടിയന്തരമായി അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് റവന്യൂ അധികൃതർ അറിയിച്ചിരിക്കുന്ന വിവരം ലിറ്റി. തീർച്ചയായിട്ടും ഇനിയും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പം ജയന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കൃത്യമായി അവിടെ വേണ്ട വിധത്തിലുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് മണ്ണിടിയാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ ഭാഗത്ത് മണ്ണിന് ബലം കുറവ് ഉള്ള ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇനിയും മഴ തുടർന്നാൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അനുമാനം. എന്തെങ്കിലും പ്രതിരോധ നടപടികൾ ഉടനെ ചെയ്തില്ലെങ്കിൽ അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിക്കാനും സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന വിവരം. ശരി ജയൻ, വിശദാംശങ്ങൾ നൽകിയതിന്. കനത്ത മഴയിൽ ദേശീയപാതയിലെ ചാലക്കുടി പാലത്തിന് സമീപമാണ് മണ്ണിടിച്ചിരിക്കുന്നത്. പുഴയുടെ തീരത്ത് സ്വകാര്യ ക്ലബ്ബ് പ്രവർത്തിക്കുന്ന ഭാഗത്ത് ക്ലബിന്റെ സംരക്ഷണ വേലിയടക്കം പുഴയിലേക്ക് വീണുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് പറയുന്നു. കൂടുതൽ കൃത്യമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ ഇനിയും കൂടുതൽ അപകടങ്ങളിലേക്ക് അത് വരാനുള്ള സാധ്യതയുണ്ട്. മണ്ണിപ്പോഴും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് സ്ഥലത്തുള്ളത്. വിവരങ്ങളാണ് ജയൻ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക്. ജൂലൈ 8-ന് സൂചനാ സമരം നടത്തും. ആവശ്യങ്ങളിൽ തീരുമാനമായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്നും ബസ് ഉടമ സംയുക്ത സമിതി നേതാക്കൾ തൃശൂരിൽ അറിയിച്ചു. 140 കിലോമീറ്ററിലധികം ദൂരം സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് കാലോചിതമായി വർദ്ധിപ്പിക്കുക, കൺസഷൻ കാർഡ് വിതരണം കുറ്റമറ്റതാക്കുക, ബസ് ഉടമകളിൽ നിന്നും അമിതമായ പിഴ ഈടാക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക, ഉടമകൾക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തുന്ന അശാസ്ത്രീയമായ നടപടികൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. തൃശൂരിൽ ചേർന്ന ബസ്സുടമ സംയുക്ത സമിതിയുടെ സമരപ്രഖ്യാപന കൺവെൻഷനിലാണ് തീരുമാനം. വിദ്യാർത്ഥികളുടെ കൺസഷൻ കാര്യത്തിൽ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് അതേപടി നടപ്പിലാക്കണമെന്നാണ് ബസ്സുടമകളുടെ ആവശ്യം. നിലവിലെ നിരക്കിന്റെ 50% മിനിമം ചാർജ് 5 രൂപയുമാക്കണമെന്നാണ് കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത്.
പ്രവർത്തന ചെലവിലെ വർധനവും ബസ്സുകളിൽ കയറുന്ന യാത്രക്കാരുടെ എണ്ണത്തിലെ കുറവും മൂലം സ്വകാര്യ ബസ് മേഖല വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നതെന്ന് ഇവർ പറയുന്നു. സാഹിത്യ അക്കാദമിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ബസ്സുടമ സംയുക്ത സമിതി ചെയർമാൻ ഹംസ ഇരിക്കുന്നൻ, ജനറൽ കൺവീനർ ടി ഗോപിനാഥൻ, വൈസ് ചെയർമാൻ ഗോകുലം ഗോകുൽദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. 5 വയസ്സുകാരിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ പ്രതിക്ക് 66 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പാലക്കാട് കറുകപ്പുത്തൂർ ചാഴിയാട്ടിരി പനയപ്പുള്ളി വീട്ടിൽ സിജുവിനെയാണ് വിവിധ വകുപ്പുകൾ ചുമത്തി വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി R. മിനി ശിക്ഷിച്ചത്. 2018 ഡിസംബറിൽ പല ദിവസങ്ങളിൽ അതിജീവിത അമ്മയുടെ സുഹൃത്തായ പ്രതിയുടെയും കൂടെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന സമയത്ത് പ്രതി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷന്റെ തൃശൂർ ഈസ്റ്റ് ഡിവിഷൻ സമ്മേളനം തൃശൂരിൽ സംഘടിപ്പിച്ചു. വൈദ്യുതി ബോർഡിന്റെ പിടിപ്പുകേട് കൊണ്ടുണ്ടാകുന്ന നഷ്ടം ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള സർക്കാർ നീക്കം എന്ത് വില കൊടുത്തും തടയുമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. സംഘടനാ ഡിവിഷൻ പ്രസിഡന്റ് MK സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാജു ചാലക്കൽ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സിബി കുട്ടി, സംസ്ഥാന ട്രഷറർ P. ഉണ്ണികൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി KN ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച ജില്ലാതല അദാലത്ത് തൃശൂർ ടൗൺ ഹാളിൽ നടന്നു. കമ്മീഷന്റെ പരിഗണനയ്ക്ക് വന്ന 55 കേസുകളിൽ 14 എണ്ണം തീർപ്പാക്കി. 2 കേസുകളിൽ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ബാക്കിയുള്ള 39 കേസുകൾ ജൂലൈയിൽ നടക്കുന്ന അദാലത്തിൽ പരിഗണിക്കും. വിവാഹേതര ബന്ധങ്ങളിൽപ്പെട്ട കുടുംബങ്ങൾ തകരുന്ന കേസുകളാണ് കൂടുതലായും പരിഗണനയ്ക്ക് വന്നതെന്ന് കമ്മീഷൻ അംഗം അറിയിച്ചു. അദാലത്തിൽ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, പാനൽ അഭിഭാഷകരായ TS സജിത, ബിന്ദു രഘുനാഥ്, ഫാമിലി കൌൺസിലർ മാല രമണൻ എന്നിവർ പങ്കെടുത്തു. ചേറ്റുവയിൽ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചുള്ളിപ്പടി കറുപ്പം വീട്ടിൽ ഹംസയുടെ മകൻ 17 വയസ്സുള്ള അസീമാണ് മരിച്ചത്. ചേറ്റുവ TM ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാടൂർ സ്കൂളിലെ +2 വിദ്യാർത്ഥിയായിരുന്നു. പഴയന്നൂർ വടക്കേത്തറ വില്ലേജിൽ മാസങ്ങളായി വില്ലേജ് ഓഫീസർ തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നതിൽ പ്രതിഷേധിച്ച് പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PC മനോജ് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജിത് എളനാട്, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി PK പ്രകാശൻ, INTUC മണ്ഡലം പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുത്തൻപീടിക യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു. പുത്തൻപീടിക സെന്റിനറി ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പുത്തൻപീടിക യൂണിറ്റ് പ്രസിഡന്റ് അജയൻ മേനോത്തുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റിലെ മെമ്പർമാരുടെ മക്കളിൽ A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ബിജു ബാബു, സെക്രട്ടറി ജോയ് അരിമ്പൂർ, ട്രഷറർ ജോസ് അരിമ്പൂർ, വൈസ് പ്രസിഡന്റ് ബിജു, വനിതാ വിംഗ് പ്രസിഡന്റ് ഓമന ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. മായം കലരാത്ത വെളിച്ചെണ്ണ സ്വന്തം മില്ലിൽ ആട്ടിയെടുത്ത് കുറഞ്ഞ വിലയ്ക്ക് വിറ്റ് മാതൃകയാവുകയാണ് തിരുവല്ലാമലയിലെ സംരംഭകയായ ഷീല പണിക്കർ. കേരളമൊട്ടാകെ വെളിച്ചെണ്ണ വില 450 എന്നാൽ തിരുവല്ലാമലയിലുള്ള ഷീല പണിക്കരുടെ സ്ഥാപനത്തിൽ മാത്രം ഇന്ന് 350 രൂപയാണ് വില വാങ്ങിക്കുന്നത്. ദേവസ്വം ക്ഷേത്രങ്ങളിൽ നിന്നും 1 വർഷത്തേക്ക് തേങ്ങ ലേലമെടുത്ത് സ്വന്തം മില്ലുകളിൽ എണ്ണയാക്കിയാണ് ഷീല പണിക്കർ വിൽപ്പന നടത്തുന്നത്. 100% മായം കലരാത്ത വെളിച്ചെണ്ണ വിൽക്കുന്നതുകൊണ്ട് ആവശ്യക്കാർ ഏറെയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് അവധിക്ക് വരുന്ന പലരും ഷീല പണിക്കരെ വിളിച്ച് വെളിച്ചെണ്ണ ബുക്ക് ചെയ്യും. തനിക്കും തന്റെ 4 സഹപ്രവർത്തകർക്കും ചെറിയ ലാഭം മാത്രം മതിയെന്ന് ഇവർ പറയുന്നു. തിരുവില്ലാമല പഞ്ചായത്തിന് സമീപമുള്ള ചെറിയ കടയിലാണ് വിപണനം നടക്കുന്നത്. തൃശൂർ, പാലക്കാട് ജില്ലകളിലായി 2 കൊപ്ര സംസ്കരണ മില്ലുകൾ നടത്തുന്നുണ്ട് ഷീലയും സഹപ്രവർത്തകരും. TCV ന്യൂസ്, തിരുവില്ലാമല. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ തെരുവ് നായ്ക്കൾക്ക് പ്രതിരോധ വാക്സിനേഷൻ നൽകി. പഞ്ചായത്തിലെ മാഞ്ചേരി, പഴുന്നാന എന്നീ പ്രദേശങ്ങളിൽ തെരുവ് നായ്ക്കൾ വിഷബാധ ലക്ഷണത്തോടുകൂടി ചത്ത നിലയിൽ കാണപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. വാക്സിനേഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി ഉദ്ഘാടനം ചെയ്തു. വെറ്റിനറി സർജൻ ഡോക്ടർ KV പ്രമീന, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ സുനിത നന്ദനൻ, അഞ്ജന ജോഷി, ഡോക്ടർ രമണി എന്നിവർ നേതൃത്വം നൽകി.
കാഞ്ഞാണി കാഞ്ഞാൻകോളിലെയും മണലൂർ താഴം പടവിലെയും ബണ്ടുകൾ പൊളിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പരിധിയിലെ 5 പഞ്ചായത്തുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനാണ് നടപടി. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരുടെയും പാടശേഖര ഭാരവാഹികളുടെയും സാന്നിധ്യത്തിലാണ് ബണ്ടുകൾ പൊളിച്ചത്. വെള്ളക്കെട്ടുണ്ടായതിനെ തുടർന്നാണ് നമ്മളെ കളക്ടറെ സമീപിക്കുകയും കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു യോഗം കൂടുകയും നമ്മളുടെ ഇവിടെ മണലൂർ താഴവും കാഞ്ഞാങ്കോളും ബണ്ട് പൊളിച്ച് വെള്ളം തുറന്നുവിടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ മണലൂർ താഴത്തെ ബണ്ട് പൊട്ടിക്കുന്നത്. അതിനുള്ള അഗസ്റ്റിൻ വിവരങ്ങളുമായി ചേരുന്നു. അഗസ്റ്റിൻ, അന്തിക്കാട് ബ്ലോക്ക് പരിധിയിൽ ഏറെ നാളായി വെള്ളക്കെട്ട് രൂക്ഷമാണ് എന്നുള്ള ഒരു വാർത്ത നമ്മൾ തന്നെ കൊടുക്കുകയുണ്ടായി. പല വീടുകളും വെള്ളക്കെട്ട് ഭീഷണിയിൽ തുടരുന്ന ഒരു സാഹചര്യവുമാണ്. ആ ഒരു സമയത്താണ് ഇപ്പോൾ കാഞ്ഞാൻകോളിലെയും മണലൂർ താഴം പടവിലെയും ബണ്ടുകൾ പൊളിച്ച് അധികൃതർ ഒരു നടപടിയുമായി മുന്നോട്ട് എത്തിയിരിക്കുന്നത്. ബണ്ടുകൾ പൊളിക്കുന്നത് മൂലം വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുമോ? ഈ മേഖലയിലെ വെള്ളക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കാൻ ഈ ബണ്ട് പൊട്ടിക്കുന്നത് സാധ്യമല്ലെങ്കിലും ഒരു പരിധി വരെ വെള്ളക്കെട്ട് നിയന്ത്രിക്കാനായിട്ട് ഈ ബണ്ട് പൊട്ടിക്കൽ സാധ്യമാക്കുമെന്നാണ് പ്രതീക്ഷ. എല്ലാ കൊല്ലവും ഇതുപോലെ വർഷക്കാലത്ത് വെള്ളക്കെട്ട് ഉയരുമ്പോൾ കാഞ്ഞാൻകോളിലെയും മണലൂർ താഴം പടവിലെയും ബണ്ടുകൾ പൊട്ടിച്ചാണ് വെള്ളം മണലൂർ താഴം പടവിലേക്കും തുടർന്ന് ഏനാമാവ് റെഗുലേറ്ററിലേക്കും ഒഴുക്കി വിടാറുള്ളത്. അങ്ങനെ വെള്ളം ഒഴുക്കി വിടുന്ന സാഹചര്യത്തിലാണ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ളതും ചേർപ്പ് പഞ്ചായത്തിന്റെ പരിധിയിലുള്ളതുമായിട്ടുള്ള നിരവധി താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൽ ആകുന്ന സാഹചര്യം ഒഴിവാക്കാനാവുകയുള്ളൂ. ഇത് എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച കളക്ടറേറ്റിൽ നടന്ന സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഇന്ന് ഇവിടുത്തെ ബണ്ടുകൾ പൊട്ടിക്കാൻ തീരുമാനമായത്. തികച്ചും സ്ഫോടനാത്മകമായ സാഹചര്യമാണ് കഴിഞ്ഞ വർഷം പോലും ഇവിടെ ഉണ്ടായത്. ഒരു വിഭാഗം ആളുകൾ ബണ്ട് പൊട്ടിക്കാൻ പാടില്ലെന്നും വേറെ വിഭാഗം ആളുകൾ പൊട്ടിക്കാതെ നിവർത്തിയില്ലെന്ന് പറഞ്ഞ സംഘർഷത്തിന്റെ അടുത്ത് വരെ എത്തുന്ന സാഹചര്യം മിക്കവാറും വർഷങ്ങൾ ഉണ്ടാകാറുള്ളതാണ്. ഇത്തവണ പോലീസിന്റെയും അതുപോലെ തന്നെ ഇറിഗേഷൻ അധികൃതരുടെയും പഞ്ചായത്ത് പ്രസിഡന്റ് 3 പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും സാന്നിധ്യത്തിലാണ് വളരെ സമാധാനപൂർവ്വമായ അന്തരീക്ഷത്തിലാണ് ഈ 2 ബണ്ടുകൾ പൊട്ടിക്കാനായത്. ഇതുമൂലം ചാഴൂർ, താന്യം, അന്തിക്കാട്, അരിമ്പൂർ, പാറളം മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ അടിയിലാവുന്ന സാഹചര്യം ഒരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ പ്രദേശങ്ങളിൽ നിരവധി വീടുകളും അതുപോലെ തന്നെ അവിടെ സമീപത്തുള്ള പറമ്പുകളും എല്ലാം വെള്ളത്തിനടിയിലാണ്. ഒരുപാട് കഴിഞ്ഞ ദിവസം നമ്മളൊരു മൃതദേഹം വെള്ളത്തിലൂടെ ഫയർ ബോട്ടിൽ കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ നിരവധി പ്രശ്നങ്ങൾ ഈ മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ഈ 2 ബണ്ടുകൾ എല്ലാ കൊല്ലവും പൊട്ടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് സ്ഥിരമായി അവിടെ നല്ല വിസ്തൃതിയുള്ള വെള്ളം ഒഴുകി പോകാനുള്ള ക്ലൂയിസുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്. ഈ ആവശ്യം ഇറിഗേഷൻ അധികൃതർ തുടർച്ചയായി അവഗണിക്കുന്നതാണ് ഈ പ്രശ്നം ആവർത്തിക്കാൻ കാരണമെന്നുമാണ് വ്യാപകമായ ആക്ഷേപം ഉയരുന്നത്. അഗസ്റ്റിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ വർഷവും ഇതേ രീതിയിലുള്ള വെള്ളക്കെട്ട് അവിടെ ഉണ്ടാകാറുണ്ട്. ഈ സ്ലൂയിസ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്ത് തടസ്സമാണ് ഇറിഗേഷൻ അധികൃതർ പറയുന്നത്? അത് കൃത്യമായ ഒരു ഉത്തരം അതിന് പറയാൻ സാധിക്കില്ല. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത് ഇറിഗേഷൻ അധികൃതരുടെ അനാസ്ഥയാണെന്ന് മാത്രമാണ് അതേക്കുറിച്ച് പറയാനാകുക. കാരണം ഇത്രയും 6-7 പഞ്ചായത്തുകളിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം എല്ലാ കൊല്ലവും ഉയർന്നു വന്നിട്ടും അതിനൊരു പരിഹാരം കാണാതിരിക്കുന്നത് തികഞ്ഞ അനാസ്ഥ തന്നെയാണെന്നാണ് പരക്കെ ഉയർന്നിട്ടുള്ള ആക്ഷേപം. അഗസ്റ്റിൻ, വെള്ളക്കെട്ടുണ്ടായി ഇത്രയും രൂക്ഷമായ വെള്ളക്കെട്ടിലേക്ക് മാറുന്നതിന് മുൻപ് അതിനൊരു പരിഹാരം കാണാൻ ഈ ബ്ലോക്ക് പരിധിയിൽ അതിനൊരു പരിഹാരം കാണാൻ അധികൃതർക്ക് സാധിച്ചില്ലേ? തീർച്ചയായും സാധിക്കേണ്ടതാണ്. എല്ലാ വർഷവും വർഷക്കാലം തുടങ്ങുന്നതിന് മുമ്പ് കളക്ടറേറ്റ് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് മഴക്കാല പൂർവ്വ മുന്നൊരുക്ക നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിക്കാറുണ്ട്. പക്ഷേ ഈ മുന്നൊരുക്ക നിർദ്ദേശങ്ങൾ ഒന്നും പാലിക്കാൻ പടവ് കമ്മിറ്റികളോ ജനപ്രതിനിധികളോ തയ്യാറാകാത്തൊരു സാഹചര്യമാണ് ഇതുവരെ തുടർന്നു വരുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ചാഴൂർ പഞ്ചായത്തിലെ 3 കോൾപ്പാടങ്ങൾ പടവുകളിലെ സർവീസുകളെല്ലാം അടച്ചിട്ട് മത്സ്യകൃഷി ചെയ്യുന്ന സാഹചര്യം ഇത്തവണ ഉണ്ടായി. നാം അത് വളരെ നേരത്തെ ചെയ്തിരുന്നു. പക്ഷേ ജില്ലാ ഭരണകൂടമോ പഞ്ചായത്തോ മറ്റ് അധികൃതരോ ഇറിഗേഷൻ അധികൃതരോ യുക്തമായ സമയത്ത് നടപടി സ്വീകരിക്കാതെ ആ പ്രദേശത്ത് വെള്ളക്കെട്ട് സമീപനം
അവസാന ജനങ്ങളും ജനങ്ങളിറങ്ങി റൂട്ടുകൾ ഉണ്ടായത്. നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്ന നടപടികൾ സ്വീകരിക്കാൻ അല്ലെങ്കിൽ അത് അടപ്പിക്കാൻ നഗരസമിതി തയ്യാറാവുകയും അതുപോലെ തന്നെ വെള്ളത്തിൽ ഒഴിവാക്കാനുള്ള ഇത്തരം റൂട്ടുകളുടെ നിർമ്മാണം നടത്താൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകുകയും ചെയ്താൽ ഒരു പരിധി വരെ ഈ വെള്ളക്കെട്ടിന്റെ ദുരിതം ജനങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ശരി, ആസ്റ്റൻ വിവരങ്ങൾ നൽകിയതിന്. എന്തെങ്കിലും അധികൃതരെ ചെറിയ രീതിയിലെങ്കിലും ഒരു അനാസ്ഥ അന്തിക്കാട് ബ്ലോക്ക് പരിധിയിലെ ജനങ്ങളെ വെള്ളക്കെട്ടിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കാഞ്ഞാൺ കോളിലെയും മണലൂർ താഴം പടവിലെയും ബണ്ടുകളാണ് പൊളിച്ച് അന്തിക്കാട് ബ്ലോക്ക് പരിധിയിലെ 5 പഞ്ചായത്തുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടി ആരംഭിച്ചിരിക്കുന്നത്. ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരുടെയും പാടശേഖര ഭാരവാഹികളുടെയും സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ബണ്ട് പൊളിക്കുന്ന പ്രവൃത്തി നടക്കുന്നത്. വിവരങ്ങളാണ് അഗസ്റ്റിൻ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. HMS തൃശൂർ ജില്ലാ കമ്മിറ്റി അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനം ആചരിച്ചു. HMS ജില്ലാ ജനറൽ സെക്രട്ടറി KS ജോഷി ഉദ്ഘാടനം ചെയ്തു. അടിയന്തരാവസ്ഥ സമരത്തിൽ പങ്കെടുത്ത മർദ്ദനവും ജയിൽവാസവും അനുഭവിച്ച മോഹനൻ അന്തിക്കാടിനെയും രാഘവൻ മുളങ്ങാടിനെയും G ഷാനവാസിനെയും ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് ഡേവിസ് വില്ലടത്തുകാരൻ അധ്യക്ഷത വഹിച്ചു. രാഹുൽ B നായർ, മോളി ജോബി, തോമസ് ആമ്പക്കാടൻ, VM ഷംസുദ്ദീൻ, ആൻഡോ പോൾ, TL ദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ബ്രഹ്മാനന്ദ ശിവയോഗി സ്മൃതിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച സാഹിത്യ അക്കാദമിയിൽ ശിവയോഗി ദർശനങ്ങളുടെ പ്രചരണത്തിന്റെ ഭാഗമായി തൃശൂർ മഹാസഭ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പ്രൊഫസർ K സച്ചിദാനന്ദൻ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് വിവിധ സെക്ഷനുകളായി സെമിനാർ, പുസ്തക പ്രകാശനം, ശിവയോഗി ഗാനാലാപനം തുടങ്ങിയവ നടക്കും. ബ്രഹ്മാനന്ദ ശിവയോഗി സ്മൃതി പ്രവർത്തകരായ ഡോക്ടർ ധർമ്മരാജ് അടാട്ട്, ഡോക്ടർ പ്രഭാകരൻ പഴശ്ശി, CK വേലായുധൻ, VK നാരായണൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചാലക്കുടി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പുനർനിർമ്മിച്ച താലൂക്ക് ആശുപത്രിയിലെ ഡി അഡിക്ഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിക്കുമെന്ന് ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെയും ലയൺസ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന എന്റെ പരിസരം എന്റെ ശുചിത്വം എന്റെ ഉത്തരവാദിത്തം എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിക്കും. ലയൺസ് ജില്ലാ ഗവർണർ ജെയിംസ് പോൾ വളപ്പില, ചാലക്കുടി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോമി കാവുങ്കൽ, സാജു പാത്താടൻ, VS സന്ദീപ്, ഈപ്പൻ തോമസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൊഴിലിടത്തെ അമിത സമ്മർദ്ദം പരിഹരിക്കാനായുള്ള ഫോർ അന്ന ഫോർ ഓൾ പ്രചാരണ പരിപാടിയുമായി ഓൾ ഇന്ത്യ പ്രൊഫഷണൽസ് കോൺഗ്രസ്. ക്യാമ്പയിന്റെ ഭാഗമായി പ്രൊഫഷണൽ കോൺഗ്രസ് ജില്ലാ ഘടകം ഞായറാഴ്ച തൃശൂർ ഹോട്ടൽ അശോക ഇന്നിൽ സംഘടിപ്പിക്കുന്ന ആശയ കൂട്ടായ്മ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്യും. ഓഫീസ് വെൽനസ് ബില്ലിന്റെ മാർഗരേഖ രൂപീകരിക്കുന്നതിനായി വിവിധ മേഖലയിലെ വിദഗ്ധരുമായി പാനൽ ചർച്ചയും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രൊഫഷണൽ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് PS സുനിൽകുമാർ, സെക്രട്ടറി ഷനു ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മലേഷ്യയിലെ ഏഷ്യ പസഫിക് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് ഇന്നവേഷൻ റോബോട്ടിക്സ് മത്സരത്തിൽ ചിറ്റിലപ്പള്ളി IS എഞ്ചിനീയറിംഗ് കോളേജിന് ബെസ്റ്റ് ഡിസൈനർ അവാർഡ്. കോലാലംപൂരിൽ നടത്തിയ റോബോ റോഡ്സ് മലേഷ്യ 2025 റോബോട്ടിക്സ് മത്സരത്തിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ ആദിത്യ ദിനേശ്, GR ആദർശ്, ST ആദർശ്, മുഹമ്മദ് ഫഹീം എന്നിവരടങ്ങിയ ടീമാണ് അവാർഡിന് അർഹരായത്. പല രാജ്യങ്ങളിൽ നിന്നായി 200-ലധികം ടീമുകൾ പങ്കെടുത്ത മത്സരത്തിലാണ് ഇവരടങ്ങിയ ടീം അവാർഡിന് അർഹരായത്. റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേധാവി ഷഹസിയ പർവീസ് M, കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ J സുഗൻ എന്നിവരായിരുന്നു സ്റ്റാഫ് മെന്റേഴ്സ്. മത്സരത്തിൽ വിജയിച്ച വിദ്യാർത്ഥികളെ മാനേജ്മെന്റ് പ്രതിനിധികൾ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ S ബ്രില്ലി സംഗീത, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ അനുമോദിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പാവറട്ടി പോലീസിന്റെ നേതൃത്വത്തിൽ മിനി മാരത്തോൺ സംഘടിപ്പിച്ചു. ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ CL ഷാജു ഉദ്ഘാടനം ചെയ്തു. വിവിധ യുവജന സംഘടനകളും പോലീസ് ഉദ്യോഗസ്ഥരും മിനി മാരത്തോണിൽ പങ്കാളികളായി. പാവറട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങിയ മാരത്തോൺ പോലീസ് സ്റ്റേഷന് സമീപം സമാപിച്ചു. SI TC അനുരാജ്, ASIമാരായ ശ്രീജിത്ത്, നന്ദൻ എന്നിവർ മാരത്തോണിന് നേതൃത്വം നൽകി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിൽ ഫ്ളാഷ് മോബും പൊതുയോഗവും നടത്തി. പൊതുയോഗം സബ് ഇൻസ്പെക്ടർ MK സഹദ് ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അധ്യക്ഷനായിരുന്നു. ഫാദർ ബെൽഫിൻ കോപ്പള്ളി, ബാബു ആന്റണി, സൈമൺ കാട്ടൂക്കാരൻ, ജോബി പള്ളായി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് NSS വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ളാഷ് മോബും നടന്നു.
ഇരിങ്ങാലക്കുട സേവാഭാരതിയുടെ നേതൃത്വത്തിൽ 50ാമത് നേത്ര പരിശോധനാ ക്യാമ്പ് ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇരിങ്ങാലക്കുട സേവാഭാരതി ഓഫീസിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ നടക്കുന്ന ക്യാമ്പ് സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ബ്ലസ്സി ഉദ്ഘാടനം ചെയ്യും. കൊമ്പടിഞ്ഞാമാക്കൽ ലയൺസ് ക്ലബ്ബുമായി സഹകരിച്ചാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ഭാരവാഹികളായി നളിൻ ബാബു, സായിറാം, രാജലക്ഷ്മി, ജോൺസൺ കോലങ്കണ്ണി, ഹരികുമാർ തള്ളിയാട്ടിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട നഗരസഭ ഞാറ്റുവേല മഹോത്സവം 27 മുതൽ ജൂലൈ 6 വരെ മുനിസിപ്പൽ മൈതാനത്ത് നടക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അറിയിച്ചു. 10 ദിവസങ്ങളായി നടത്തുന്ന മഹോത്സവത്തിൽ സാംസ്കാരിക സമ്മേളനങ്ങൾ, സെമിനാറുകൾ, സാഹിത്യ ചർച്ചകൾ, കലാമത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാറ്റുവേല മഹോത്സവം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ, സെക്രട്ടറി MS ഷാജിഖ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഞാറ്റുവേല ചന്തയുടെ കൊടിയേറ്റം നിർവഹിച്ചു. നഗരസഭാ മൈതാനത്ത് നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് കൊടിയേറ്റം നിർവഹിച്ചു. വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ, സെക്രട്ടറി MS ഷാജിഖ്, കൌൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കാലവർഷക്കെടുതിയിൽ തകർന്ന 2 വീടുകൾക്ക് താങ്ങായി KSEB എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ, തൃശൂർ ജില്ലാ കമ്മിറ്റിയും ഒല്ലൂർ സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റും ഇരു സംഘടനകളും ചേർന്ന് പണി കഴിപ്പിച്ച ഒരു വീടിന്റെ താക്കോൽദാനം കുരിയച്ചിറയിൽ നടന്നു. പടവരാട് പള്ളിക്ക് സമീപമായിരുന്നു രണ്ടാമത്തെ വീടിന്റെ താക്കോൽദാനം. KSEB എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് S സുരേഷ് കുമാർ താക്കോൽദാനം നിർവഹിച്ചു. ട്രസ്റ്റ് ചെയർമാൻ ജോസ് പറമ്പൻ അധ്യക്ഷത വഹിച്ചു. സംഘടനാ നേതാക്കളായ NT ജോബ്, റാഫി മുഹമ്മദ്, PS കുഞ്ഞുണ്ണി, ഡിവിഷൻ കൌൺസിലർ സുനിൽ രാജ്, TCV മാറ്റുലി അവതാരകൻ ജോബി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് NSS VHSS സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. 5ാം ക്ലാസ്സിലെ പീലിയുടെ ഗ്രാമം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് നാടൻ ഭക്ഷണ പദാർത്ഥങ്ങൾ പരിചയപ്പെടുത്തുന്നതിനാണ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചത്. പ്രധാന അധ്യാപിക വീണ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. എങ്കേക്കാട് ശ്രീ വീരാണി മംഗലം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് T ഹൈമാവതി, സെക്രട്ടറി NR മോഹനൻ, ട്രഷറർ PV സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,070 രൂപ, പവന് 72,560 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,427 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാരതാംബ വിവാദങ്ങൾക്കൊടുവിൽ തൃശൂരിൽ ഗവർണറും മന്ത്രി P പ്രസാദും ഒരേ വേദിയിൽ. കാർഷിക സർവകലാശാല ബിരുദദാന ചടങ്ങിലാണ് ഇരുവരും പങ്കെടുത്തത്. ഭാരതാംബ ചിത്രം ഉയർത്തിക്കാട്ടി SFIയുടെ പ്രതിഷേധം. തൃശൂർ നഗരത്തിലെ റോഡിലെ കുഴി വില്ലനായി. MG റോഡ് കോട്ടപ്പുറം പാലത്തിന് സമീപം സ്കൂട്ടറിൽ സ്വകാര്യ ബസ്സിടിച്ച യുവാവിന് ദാരുണാന്ത്യം. പൂങ്കുന്നം സ്വദേശി വിഷ്ണു ദത്തനാണ് മരിച്ചത്. പ്രതിഷേധവുമായി കോൺഗ്രസും BJP. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരും. വാഴച്ചാലിൽ കാട്ടാന ഒഴുക്കിൽപ്പെട്ടു. ചാലക്കുടി പുഴ കരകവിഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ശക്തമായ കാറ്റിൽ വരന്തരപ്പള്ളി കാരിക്കുളം കടവിൽ വ്യാപക നാശനഷ്ടം. വാൽപ്പാറയിൽ 6 വയസ്സുകാരിയെ ഭക്ഷിച്ച പുലിപിടിയിൽ. പുലി കുടുങ്ങിയത് തമിഴ്നാട് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ. കണ്ണന്റെ കൊമ്പന്മാർ പുന്നത്തൂർ ആനത്താവളത്തിലെത്തിയിട്ട് ഇന്ന് അരനൂറ്റാണ്ട് തികയുന്നു. ആനത്താവളത്തിൽ ഇപ്പോഴുള്ളത് 36 കൊമ്പന്മാർ. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ജൂലൈ 8-ന് പണിമുടക്കും. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധന ഉൾപ്പെടെ ആവശ്യപ്പെട്ടാണ് സമരം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.